നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ ഐറ്റം, ഒരു ചെറിയ പരിപാടിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ചേട്ടൻ ഒരു PCB അയച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആൻറ്റിന കോയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, മീഡിയം വേവിൽ. അപ്പോൾ ആൻറ്റിന കോയിൽ ഇതിനകത്ത് ഫോട്ടോ അയച്ചപ്പം ഒരു മൊത്തം ഖരാബായപ്പോൾ ഒരു പീസ് ആൻറ്റിന കോയിലായിരുന്നു. അപ്പോൾ അത് മാറ്റി നമുക്ക് പുതിയൊരു ആൻറ്റിന കോയിലും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത്. ഇപ്പോൾ ആൻറ്റിന കോയിൽ ഇല്ല ഇതിനകത്ത്, പുള്ളി അത് അഴിച്ച് മാറ്റിയെന്ന് തോന്നുന്നു ആൾ. അപ്പം ആ ചേട്ടൻ ആൻറ്റിന കോയിൽ നമുക്ക് അയച്ചു തന്നിട്ടില്ല. ആൻറ്റിന കോയിൽ ഞാൻ വേറെ വെച്ച് നോക്കാം, എൻ്റെ കയ്യിൽ ഒരെണ്ണം സ്പെയർ ഇരിപ്പുണ്ട്, നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പെയർ പാർട്സ് ഒന്നുമില്ല. പഴയ PCB എന്ന് ഒരെണ്ണം കൊടുക്കുക, പുള്ളിക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് റെഡിയാകുവാണ് കൊടുത്തേക്കാന്ന് വെച്ചായിരുന്നു. നമുക്ക് സ്പെയർ പാർട്സ് ഒന്നും കിട്ടത്തില്ല റേഡിയോയുടെ. എൻ്റെ കയ്യിൽ സ്പെയർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ സ്പെയർ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ആൻറ്റിന കോയിൽ പാനാസോണിക്കിൻ്റെ ടൈപ്പ് ഇരിപ്പുണ്ട്, അതൊന്ന് വെച്ച് നോക്കാമെന്നുള്ള രീതിക്കാണ് ഈ PCB നമ്മൾ മേടിച്ചത്. FM ഒക്കെ ഇതിൻ്റെ ഓക്കെ ആണെന്നാണ് പറഞ്ഞത്, അറിയത്തില്ല. കണക്ഷനൊക്കെ എല്ലാം നല്ല വയറൊക്കെ ഇട്ട് സംഭവം അപ്പോൾ കൊടുത്ത് നോക്കിയിട്ടുണ്ട് ആൾ. അപ്പോൾ ചേട്ടൻ കണക്ഷനൊക്കെ കൊടുത്ത് നോക്കിയത്, പാടിച്ചൊക്കെ നോക്കിയതാണോ, വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയതാണോ, എന്താ പരിപാടി എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും നമുക്കിതിൻ്റെ കണക്ഷൻ നോക്കിയിട്ട് കളർ കോഡ് അനുസരിച്ചാണോ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എഴുത്തൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ലെഫ്റ്റ് റൈറ്റ് സപ്ലൈ ഗ്രൗണ്ട് സ്വിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ അനുസരിച്ച് കൊടുക്കാം. നമ്മുടെ ടെസ്റ്റിംഗ് ആംപ്ലിഫയർ സൈഡിൽ ഇരിപ്പുണ്ട്, അതിലോട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കുക. സ്പീക്കറിനകത്ത് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക, അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലെ കാര്യം. നമുക്ക് കൈക്കൊരു ചെറിയ പ്രശ്നമൊക്കെ പറ്റിയിരുന്നതുകൊണ്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരുപാട് താമസിച്ചു പോയി. അതുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ സാധനം എല്ലാം പെൻഡിങ് ആയിട്ട് അയക്കുന്നത്. അപ്പോൾ വീഡിയോ അവർ അയച്ചവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഈ ആഴ്ച കൊണ്ടൊക്കെ എല്ലാ കാര്യവും ക്ലിയർ ആക്കി ഞാൻ തിരിച്ചു തരും. ഒരു 3-4 ഐറ്റം ഇരിപ്പുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ കണക്ഷൻ ഒന്ന് കൊടുക്കുകയാണേ. ബ്ലൂ വയർ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ലെഫ്റ്റിൻ്റെ ഒരെണ്ണം കൊടുത്തു, ഒരെണ്ണം ഗ്രൗണ്ട് കൊടുത്തു, ആംപ്ലിഫയറായിട്ടുള്ള. പിന്നെ നമുക്ക് സപ്ലൈ കൊടുക്കാം. സപ്ലൈ കൊടുക്കുമ്പം നോയ്സ് ഉണ്ടോ എന്ന് നോക്കാം റേഡിയോയുടെ. ഓക്കെ, കണ്ടോ? അപ്പം നോയ്സൊക്കെ ഉണ്ട്. സംഭവം PCB വർക്കിംഗ് ആണ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം വേറെ പ്രശ്നങ്ങൾ ഇതിനുണ്ടോ എന്ന് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് നോക്കിയാൽ മാറ്റി. FM ഇട്ടിട്ട് നമുക്ക് ആൻറ്റിന കൊണ്ടൊന്ന് കൊടുക്കാം, എന്നിട്ടൊന്ന് FM റേഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ AM ആണ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ FM റേഡിയോ ഒക്കെ നമ്മുടെ വർക്കാകുന്നുണ്ട്. FM സ്റ്റേഷൻ നല്ലപോലെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ FM റേഡിയോയുടെ ഭാഗമൊന്നും നമുക്ക് നോക്കണ്ട. നമുക്ക് മീഡിയം വേവിൻ്റെ കണക്ഷനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് പെട്ടെന്ന് തന്നെ വീഡിയോ തീർക്കാം. അപ്പം വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അയക്കുന്നുണ്ട് റിപ്ലൈ, എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ കേൾക്കാതെ സ്കിപ്പായി പോട്ടെ ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. ഷോർട്ട് വേവിൻ്റെ ആൻറ്റിന കോയിൽ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. സൈഡിലിരിക്കുന്ന ഒരു ആൻറ്റിന കോയിൽ കാണുന്നത് നമ്മുടെ ഷോർട്ട് വേവിൻ്റെയാണ്. അപ്പുറത്തെ സൈഡിലിരിക്കുന്ന വലിയ ടൈപ്പാണ് മീഡിയം വേവിൻ്റെ. ഇതുണ്ടോ? അപ്പോൾ ഈ ആൻറ്റിന കോയിൽ ഞാൻ വേറൊരു PCB എന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ആ PCB നല്ലതാണ്. അപ്പം നമുക്ക് ഈ ആൻറ്റിന കോയിൽ ഊരി ഇത് ഈ ഫെറൈറ്റ് കോറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ആദ്യം നോക്കണം. പുറത്ത് വെച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, വലിയ പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻറ്റിന കോയിൽ കൊടുക്കാം. അപ്പോൾ ഇത് നോക്കൂ, ഈ ആൻറ്റിന കോയിലിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിച്ചു. ഒരു കോയിൽ വൈൻഡിങ് ഇങ്ങനെ ഉണ്ടാവും, വേറൊരു ചെറിയ വൈൻഡിങ് ഇങ്ങനെ ഉണ്ടാവും. മൊത്തത്തിൽ 4 വയർ കണക്ഷൻ കാണും ആൻറ്റിന കോയിലിന് ഏതൊരിടത്തും, എല്ലാ മീഡിയം വേവിനും. സെൻറ്റർ 2 ഷോർട്ട് ചെയ്തിട്ട് ഒരു ടാപ്പാക്കും. ഒരു സൈഡിലത്തേത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ഫറിലോട്ട് പോകും. ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്യാങ്ങിലേക്ക് പോകും, അല്ലേ? അങ്ങനെ നോർമലി കണക്ഷൻ വരുന്നത് പഴയ സർക്യൂട്ടുകളിലെല്ലാം. ഈ ട്രാൻസിസ്റ്റർ ഒന്നും കാണണമെന്നില്ല, അത് IF അല്ലെങ്കിൽ RF ഇൻപുട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ റേഡിയോ ആണെങ്കിലാണ് കോമൺ ആയിട്ട് ഞാൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. അത് RFലേക്ക് പോകും, ICക്കുള്ളിൽ ട്രാൻസ്ഫർ ഉണ്ടല്ലോ. അപ്പോൾ ഈ സെൻറ്റർ ഷോർട്ട് ചെയ്യുന്ന ഭാഗം ഈ ടൈപ്പ് PCBയിൽ വരുന്ന ഒരു റെസിസ്റ്റൻസ് ഇട്ടായിരിക്കും ഷോർട്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു സർക്യൂട്ടൊക്കെ പോലെ തോന്നും, ഷോർട്ടായിട്ടൊന്നും നമുക്കത് മനസ്സിലാകത്തില്ല. അപ്പം ഇതിനകത്തൊക്കെ വരുന്നത് റെസിസ്റ്റൻസോ ഇൻഡക്ടറോ ഒക്കെ ഇട്ടായിരിക്കും ഇത് ഷോർട്ടാക്കിയിരിക്കുന്നത്, ഇതുപോലുള്ള PCBകളിൽ, ഈ ഡെക്കിൻ്റെയൊക്കെ വരുന്ന ടൈപ്പ് PCBകളിൽ. അത് നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ഈ വീലൊന്ന് അഴിച്ചു മാറ്റിയിട്ട് നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻസ് കൊടുക്കുമ്പം ഇതിനകത്ത് ഈ കണക്ഷൻ കൊടുക്കണം, ആ കണക്ഷൻ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് കാര്യമില്ല. കണക്ഷൻ നമ്മൾ നോക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. ഒരുപാട് റേഡിയോ സർക്യൂട്ടുകളുണ്ടല്ലോ, അതിനകത്തൊക്കെ വ്യത്യാസം ഉണ്ടാകും. കോമൺ ആ സർക്യൂട്ടാണ് ഞാൻ വരച്ച് കാണിച്ചത്. ആ രീതിക്കായിരിക്കും നമ്മൾ ചെയ്തെടുക്കേണ്ടത്.
അത് കുറേ നമ്മൾ ചെയ്തൊരു പഴക്കം വന്നാലേ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ശ്രമിച്ച് നോക്കാം. കോമൺ ഐഡിയ അതായത് ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരച്ച് കാണിച്ചാൽ അതാണ് അതിനെ മനസ്സിലാക്കി നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ചു തന്നെ. അപ്പോൾ ആ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആന്റിനാക്കോൽ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അപ്പം ആന്റിനാക്കോൽ നമ്മൾ മാറ്റി മാറ്റി ഇടണം. ചിലപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഇൻഡക്റ്റൻസ് ഒക്കെ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഈ പാനാസോണിക്കിൻ്റെ ഇപ്പോൾ പഴയ ടൈപ്പൊക്കെ ആന്റിനാക്കോൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കിത് വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. കണക്ഷൻ പ്രോപ്പറായിട്ട് ഷോട്ടിംഗ് ഒന്നും ഇല്ലെന്ന് നോക്കണം. ഇതിൽ IC ഒന്നും മേടിക്കാൻ കിട്ടത്തില്ല ഷോർട്ടായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ട്യൂൺ ചെയ്യണം. ഇതുകൂടി നിർത്തിട്ട് ഓണാക്കാം. ട്യൂബ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഓഫ് ആക്കിയിട്ടുണ്ടേ. സംഭവം ഓക്കെ ആണെന്ന് തോന്നുന്നു. 9 മണി മുതൽ 5 മണി വരെ വർക്കിംഗ് ടൈം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ആന്റിനാക്കോൽ നമ്മൾ റീഫിറ്റ് ചെയ്താൽ മതി. നല്ലപോലെ ട്യൂൺ ആയി കഴിയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഇതിന് പ്രോപ്പറായിട്ട് ഫെറൈറ്റ് കോർ പോലും അതിൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് അത് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസമൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. നല്ല സർക്യൂട്ടാട്ടോ. അപ്പോൾ ഈ സംഭവം ഇതുണ്ടോ, ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതിൻ്റെ ലെഗ് പ്രോപ്പറായിട്ട് തന്നെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ വലിയ ലെങ്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എക്സ്ട്രാ നമ്മൾ അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നും നടത്തുന്നില്ലാത്തതുകൊണ്ട് വലിയ മെക്കാനിക്കൽ പരിപാടിയൊന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് ഞാനെന്ത് കാര്യം ചെയ്തു, ഈ കോയിൽ ഇതിനകത്ത് തന്നെ അങ്ങ് ഫിറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ മറ്റേ പുള്ളിയുടെ ആ ചേട്ടൻ്റെ ആന്റിനാക്കോലിനകത്ത് നമുക്കൊരു നല്ല ആന്റിനാക്കോൽ കിട്ടുമ്പോൾ നമുക്ക് അതിലോട്ട് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് നമ്മുടെ PCBയിലിട്ടും ഉപയോഗിക്കാം. നമ്മുടെ സാധനങ്ങൾ നമുക്ക് പിന്നെ ആരോടും പറയണ്ടല്ലോ. ഒരിക്കലും പുള്ളിക്ക് ഈ സാധനം കിട്ടും. ഇതൊന്നും ആരും അങ്ങനെ കൊടുക്കത്തില്ല. ഞാൻ ഒരുപാട് പേരോട് ഇങ്ങനെ ആന്റിനാക്കോലുള്ളവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരൊന്നും തരത്തില്ല ഈ സാധനം. കാരണം ഇത് വാങ്ങിക്കാൻ കിട്ടത്തില്ലാത്ത കേട്ടോ ഇതിൻ്റെ കുഴപ്പം. അപ്പം നിങ്ങൾക്ക് പഴയ ആന്റിനാക്കോലൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതുപോലെ PCB കിട്ടുമ്പോൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ആന്റിനാക്കോലുകളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏതൊക്കെയായാലും ഒരു നല്ല ആന്റിനാക്കോൽ കിട്ടുമ്പോൾ അത് സെറ്റ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാം.